ഏതോ ഒരു ഉസ്താദ് ഇങ്ങനെ വിളവ് പറഞ്ഞു കൊടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതൊരു ഉസ്താദ് വാല് പറയുമ്പോൾ പറഞ്ഞ്, നിങ്ങൾ എന്ത് ചെയ്യണം, പെണ്ണുങ്ങൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ, ഒരു ലുലുമാളിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു 10 രൂപയുടെ കവർ മേടിക്കാം. ഇപ്പോഴത്തെ സാധാ ഷോപ്പിൽ പോയിട്ട് 100 റുപ്യൻ്റെ 200 റുപ്യൻ്റെ മാക്സിയോ എന്തെങ്കിലും മേടിച്ച് ആ കവറിലിട്ട് കൊടുത്താൽ പെണ്ണുങ്ങൾക്ക് അത് വാങ്ങാം. സോനായി ലുലുമാൾ എന്നൊക്കെയാണല്ലോ ഗിഫ്റ്റ് മേടിച്ചതെന്ന് വിചാരിക്കുമെന്ന്. എന്നിട്ട് ആ പ്രൈസ് ടാഗിൽ എന്ത് ചെയ്യുക, നല്ല 100 റുപ്യനാണ്, ഇപ്പുറത്ത് ഒരു 0 കൂടെ ഇട്ടെടുത്താൽ 1000 രൂപയായി. ഇങ്ങനെ കേട്ടിട്ട് ഒരു സാധു എന്ത് ചെയ്തു, ആ ലുലുമാളിൽ പോയിട്ട് 10 റുപ്യൻ്റെ കവർ മേടിച്ചു, ഇപ്പുറത്ത് പോയിട്ട് ഒരു മാക്സിമം മേടിച്ചു. നമ്മുടെ ഫാമിലി ലൈഫുമായിട്ട് ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നല്ല കൂളായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ആ 9 ഭാര്യമാരുണ്ട് ഒരു നേരം, ഒന്നിനെ തന്നെ സഹിക്കാൻ, ഒരു പുതിയാപ്പിള തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഒന്നിനെ തന്നെ ഇത് കെട്ടി നോക്കുമ്പല്ലേ അറിഞ്ഞത്. 9 ആളുകളെ മനോഹരമായി കൊണ്ടുപോകുന്നു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ഐഡിയ ആണ്, വാട്ട് ഈസ് ദ ടെക്നിക്? ഇത്രയും പേരെ കൂളായിട്ട് 9 കൊല്ലം ജീവിച്ചിട്ട് 9 സംഭവം, കിതാബ് മുഴുവൻ പരതിയാലും 9 സംഭവം, അതിൽ തന്നെ 2-3 സംഭവം ഒരേ ജോണറിലുള്ള റിപ്പീറ്റേഷനാണ് അല്ലെ. സഫിയ ബീവിനെ കളിയാക്കി 3 കളിയാക്കൽ നടന്നു ഇവിടെ. എല്ലാം കൂടെ നമ്മൾ അരിച്ചു പറിക്കാൽ അവർക്കിടയിലുള്ള പ്രോബ്ലംസ് 9 കൊല്ലത്തെ ജീവിതത്തിൽ 9. നമ്മുടെ ഒരാഴ്ചത്തെ 90 ഉണ്ടാകും. അപ്പൊ എന്ത് മാർഗാണ് നബി തങ്ങൾ ഇവിടെ പ്രയോഗിച്ചത്? ചില കാര്യങ്ങളാണ് കണ്ണുപൂട്ടാന്നാണ്. പുതിയാപ്പിള സുബൈൻ്റെ അടുത്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ പറയണം, പുതിയണ്ണ സുബൈൻ്റെ അടുത്ത് പള്ളിയിൽ പോകേണ്ട കിടന്നുറങ്ങാണ് പറയണം, നിർബന്ധമാണ്. പറഞ്ഞില്ല നാളെ അള്ളാഹ് ചോദിക്കും. അതല്ലാത്ത പ്രശ്നങ്ങൾ അല്ലെ, അങ്ങോട്ട് പോയില്ല, ഇങ്ങോട്ട് നോക്കില്ല, അല്ലെ കല്യാണത്തിന് പോയില്ല, യാ അള്ളാഹ്, ഇതൊക്കെയാണ് പ്രശ്നം. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ദുനിയാവിന്റെ എന്ത് പ്രശ്നങ്ങളും കണ്ടില്ലാന്ന് വെക്കുക, അത്ര തന്നെ, വേറെ മാർഗമൊന്നുമില്ല. ഈ 4 കാശിന് കൊള്ളാത്ത ദുനിയാവ്, ഇത് സലീം വാഫിയുടെ ഡയലോഗിൽ അള്ളാഹ് പറഞ്ഞതാണ്. യാ റസൂലല്ലാഹ്, നബിയേ, ഈ ദുനിയാവിന് ഒരു ഈച്ചയുടെ ചിറകിന്റെ വില പോലും ഞാൻ കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ കൽപ്പിച്ചിക്കുമായിരുന്നെങ്കിൽ എന്നെ ധിക്കരിക്കുന്നവർക്ക് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും നൽകുമായിരുന്നില്ല. അതുകൊണ്ട് ദുനിയാവിന് ഒരു ഈച്ചന്റെ ചിറകിന്റെ വാല്യൂ പോലും ഇല്ല നബിയേ. ഈ കാണുന്ന മുഴുവൻ ദുനിയാവ്, ബുർജ് ഖലീഫയും വൈറ്റ് ഹൗസും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ദുനിയാവിന് അള്ളാഹ് കൊടുത്ത വില ഒരു ഈച്ചയുടെ ചിറകിന്റെ വിലയാണ്, അത്രയും കൊടുത്തിട്ടില്ല. അപ്പൊ 4 കാശിന് കൊള്ളാത്ത ദുനിയാവിൽ എന്തേ പ്രശ്നം? കല്യാണത്തിന് വിളിച്ചില്ല, പിന്നെ മിണ്ടിയില്ല, 1 കൊല്ലം കഴിഞ്ഞു മിണ്ടാൻ. എന്തേ പ്രശ്നം? വീട്ടിലേക്ക് വഴി തരുന്നില്ല, അങ്ങോട്ട് നോക്കിയില്ല, ഇങ്ങോട്ട് പറഞ്ഞില്ല. കല്യാണത്തിന് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കത്ത് തന്ന് വിളിച്ചിട്ടില്ല, വലിയ പ്രശ്നമാണ് ദുനിയാവിലെ. അള്ളാന്റെ പടപ്പുകളോട് മിണ്ടാതിരിക്കാനുള്ള കാരണം മാന്തി നോക്കിയാൽ കടം ചോദിച്ചിട്ട് തന്നില്ല. ഓരോ മനുഷ്യന്മാർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാവും പലതിനും. നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാണെങ്കിൽ ഈ 4 കാശിന് കൊള്ളാത്ത ദുനിയാവിനെ നമ്മൾ ഒരു ഹമ്മും വെക്കാൻ പാടില്ല. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം. അങ്ങനെ ദുനിയാവിന് അത്രേ വില കൽപ്പിക്കുന്നുള്ളൂ, അപ്പോ ഒരു ടെൻഷൻ ഉണ്ടാകൂല. യാ റസൂലല്ലാഹ്, നബിയേ, ഒരു ഈച്ചയുടെ ചിറകിന്റെ വാല്യൂ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് എതിര് ചെയ്യുന്ന ആർക്കും ഞാൻ വെള്ളം കൊടുക്കൂല എന്നല്ല പറഞ്ഞതാണ്. അപ്പൊ അത്രേ ഇതിന് വാല്യൂ ഉള്ളൂ. അപ്പൊ ഒരു വാല്യൂ ഇല്ലാത്ത പരീക്ഷണത്തിന്റെ കാലമായി ദുനിയാവിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ജീവിക്കുക. സലീം ഫൈസി ഇർഫാനി മരണപ്പെട്ടു. വാട്സപ്പ് മുഴുവൻ അദ്ദേഹത്തെ പറ്റി നല്ലത് പറയുന്നു, ദുആ ചെയ്യുന്നു, ദിക്ർ ചെയ്യുന്നു, എല്ലാ ഉസ്താദുമാരും സന്ദർശിക്കാൻ വരുന്നു. എന്തേ? കുറേ മനുഷ്യന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചില ആൾക്കാരെ പറ്റി ഇങ്ങനെ നല്ലത് പറയുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ നല്ലത് ചെയ്തുകൊണ്ട് മാത്രമാണ്, വെറുതെ പറയുന്നല്ലോ. കുറേ ആൾക്കാർ മരണപ്പെട്ടു, കുറച്ചാളുകൾ ഈ സ്റ്റേജിൽ വെച്ച് പറയുന്നു എന്തേ? ജീവിതത്തിൽ നല്ലത് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ നമ്മളാവുമ്പോ നമ്മളെ ഓർമ്മിക്കാനും അനുസ്മരിക്കാനും ദുആ ചെയ്യാനും ആളുകൾ ഉണ്ടാകും. നിസാരമായ നൈമിഷികമായ ഇന്നല്ലെങ്കിൽ നാളെ കണ്ണടക്കേണ്ട ഈ ലോകത്ത് നമ്മൾ അഹംഭാവവും ജാടയും, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ ഖതീബാണ്, ഞാൻ വലിയ പ്രഭാഷകനാണ്, ഞാൻ വലിയ ബിസിനസ്മാനാണ്, ഞാൻ വലിയ അവറുകളാണ്, നേതാവാണ്, ഈ ചിന്തയേറ്റ് നടന്നാൽ തലക്കനം തന്നെ ഉണ്ടാവുള്ളൂ. നാട്ടുകാരും നല്ലത് പറയൂല. അല്ലാഹു നമ്മൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ 5 സംഭവങ്ങൾ പറഞ്ഞു. 6ാമത്തെ സംഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തവണ പ്രതിയായി വരുന്നത് സൈനബ് റളിയല്ലാഹു അൻഹാ, മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹാ. ഹജ്ജത്തുൽ വിദാ, ഹജ്ജിന് പോകാൻ നല്ല രസമുള്ള ഒരു സംഭവമാണിത്. ഹജ്ജിന് പോകുന്ന സമയം യാ അല്ലാഹ് 1,23,000 സ്വഹാബികളെയും കൂട്ടിയിട്ടാണ് ഹജ്ജിന് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുമ്പോൾ ഒക്കെ ഭാര്യമാരെയും കൂടെ കൂട്ടാറുണ്ട്. പ്രധാനപ്പെട്ട ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ 9 ഭാര്യമാരുണ്ട് കൂടെ. ഓരോരുത്തരും ഓരോ വാഹനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വാഹനമുണ്ട്. ഇന്നത്തെ മാതിരി 7 സീറ്ററും അല്ലെങ്കിൽ 25 സീറ്റുള്ള വണ്ടിയൊന്നുമില്ല. ഒരൊട്ടകം ഉണ്ടാവും, ഒട്ടകത്തിന്റെ പുറത്തൊരു മഞ്ചൽ കെട്ടും, 1-2 ആൾ മാക്സിമം കയറിയിരിക്കാൻ പറ്റും. അതാണ് അന്നത്തെ വാഹനം. അപ്പോൾ 9 ഭാര്യമാർക്കും 9 ഒട്ടകമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേറെ ഒട്ടകമുണ്ട്. അവരിങ്ങനെ ഒന്നിച്ച് സഞ്ചരിക്കാണ്. പുറകിൽ 1,23,000 സ്വഹാബികളുണ്ട്. അങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോവാണ്, ഹജ്ജ് ചെയ്യാൻ പോവാണ്. ഒരു ഹജ്ജ് നബി തങ്ങൾ ചെയ്തിട്ടുള്ളൂ, ആ ഹജ്ജിന് വേണ്ടി പോവാണ്. ആ ഹജ്ജിന്റെ തുടക്കത്തിലാണ് ഈ ലഗേജിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്. ആയിഷ ബീവിന്റെ ലഗേജ് കുറച്ചേ ഉള്ളൂ, സഫിയ ബീവിന്റെ ലഗേജ് കുറേ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമെന്ന് ചോദിച്ചപ്പോൾ തുടക്കത്തിൽ ഒരു പ്രശ്നം ഉണ്ടായത് ഈ യാത്രയുടെ തുടക്കത്തിലാണ്. ആ യാത്ര ഇങ്ങനെ പോകുമ്പോൾ മഹാനായ അൻജസ റളിയല്ലാഹു തആല പ്രഗൽഭനായ ഒരു സ്വഹാബിയാണ്. മൂപ്പര് ഒട്ടകത്തിന്റെ താഴെ ഇറങ്ങിയിട്ട് ഈ വണ്ടിക്കൊക്കെ ഒരു സ്പീഡ് കുറഞ്ഞു. കാരണം മക്കത്തെത്തണം, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവാണ്. വാഹനങ്ങൾക്കൊക്കെ ഒരു സ്പീഡ് കുറഞ്ഞപ്പോ അൻജസ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ താഴെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു? ഒട്ടകത്തെ തെളിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഒട്ടകമാണ് ഫ്രണ്ടിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകമുണ്ട്, ബാക്കി എല്ലാ സ്വഹാബത്തും ബേക്കിലുണ്ട്, സ്വഹാബത്തും സ്വഹാബിയത്തുകളൊക്കെ ഉണ്ട്. ഒട്ടകം ഇങ്ങനെ അയഞ്ഞു നീങ്ങാണ്. അത് കണ്ടിട്ട് എല്ലാത്തിനും ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി അൻജസ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ താഴെ ഇറങ്ങിയിട്ട് ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് വിളിച്ച് ഫ്രണ്ടിലോടി. മൂപ്പര ഒട്ടകത്തിന്റെ പുറത്ത് കയറി ഫ്രണ്ടിലോടി. അപ്പൊ ബാക്കിയുള്ള ഒട്ടകമൊക്കെ ഹൈ സ്പീഡിൽ പോകാൻ തുടങ്ങി. നബി തങ്ങളുടെ ഭാര്യമാരുടെ ഒട്ടകം ഹൈ സ്പീഡിൽ പോകാൻ തുടങ്ങി. പോകുന്നതിനിടെ പെട്ടെന്ന് സഫിയ ബീവിന്റെ വണ്ടി ബ്ലോക്കായി. അപ്പൊ ഈ ട്രാവൽ ഈ സ്പീഡ് അങ്ങോട്ട് കൂടിയപ്പോ പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു വണ്ടി അങ്ങോട്ട് സ്പീഡ് കൂടുമ്പോൾ ബാക്കിയുള്ള ഒട്ടകമൊക്കെ സ്പീഡ് കൂട്ടും. അങ്ങനെ എല്ലാ ഒട്ടകവും സ്പീഡ് പോകാൻ തുടങ്ങിയപ്പോൾ സഫിയ ബീവിന്റെ ഒട്ടകം സ്പീഡ് പോയപ്പോൾ ഒട്ടകം സ്റ്റോപ്പായി. ഒട്ടകം മുട്ടുകുത്താന്ന് പറയും. ഒരു വണ്ടി വലിയുന്നില്ലെങ്കിൽ ഒട്ടകം എന്ത് ചെയ്യും? മുട്ടുകുത്തി നിൽക്കും, പിന്നെ വണ്ടി മുമ്പോട്ട് പോകില്ല. സഫിയ ബീവിന്റെ വണ്ടി പഞ്ചറായി, പിന്നെ ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റൂല. എല്ലാവരുടെ യാത്ര അവിടെ മുടങ്ങി. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ടെന്റ് കെട്ടാൻ പറഞ്ഞു. അല്പസമയം നമുക്ക് വിശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുകയാണ്. സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത വിഷമമായി. പടച്ചോനെ, ഞാൻ കാരണം റബ്ബേ യാത്ര മുടങ്ങിയല്ലോ, എന്റെ ഹബീബിന്റെ യാത്ര മുടങ്ങിയല്ലോ റബ്ബേ. വലിയ സങ്കടമായി. ആർക്ക്? മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹാ. എന്റെ വണ്ടി കാരണാണല്ലോ റബ്ബേ ഈ പ്രശ്നം ഉണ്ടായത്. നേരെ ഒരു ടെന്റ് കെട്ടുകയാണ്. ഒരു ടെന്റ് കെട്ടി. സഫിയ ബീവിന്റെ ദിവസമാണെന്ന്. കാരണം 9 ഭാര്യമാർക്ക് 9 ദിവസമാണ്. ഇന്ന് ആയിഷ ബീവി, നാളെ സഫിയ, ഹഫ്സ, മൈമുന, ഇങ്ങനെ 9 പേർക്കും ഒരേ വസ്ത്രം, ഒരേ ദിവസം, എല്ലാം ഒരേപോലെയാണ് നബി തങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഒന്നുപോലും എന്തില്ല ഒരാൾക്ക് എക്സ്ട്രാ കൊടുക്കാറില്ല, സമ്മതം ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പോൾ ഇന്ന് സഫിയ ബീവിന്റെ ദിവസമാണെങ്കിൽ സഫിയ ബീവി പറയാണ് ഇന്ന് നിങ്ങൾ ആയിഷ ബീവിന്റെ കൂടെ നിന്നോന്ന് പറഞ്ഞാൽ അവിടെ പോയി നിൽക്കും. അല്ലാത്തടത്തോളം കാലം ഭയങ്കര നീതിയാണ്. ടെന്റ് കെട്ടാൻ വേണ്ടി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ടെന്റ് കെട്ടി. അന്ന് സഫിയ ബീവിയുടെ ദിവസമാണ്. അന്നത്തെ ദിവസം ഓരോ ദിവസം ഓരോ ഭാര്യമാർക്കാണ്. അന്ന് നിൽക്കേണ്ടത് ഈ ഒട്ടകം മുട്ടുകുത്തിയ വണ്ടി പഞ്ചറായ സഫിയ ബീവിയാണ്. സഫിയ ബീവി അങ്ങോട്ട് ബേജാറായി. പടച്ചോനെ, ടെന്റ് കെട്ടിയിട്ടുണ്ട് നബി തങ്ങൾ, ഇന്ന് റൂമിൽ പോകേണ്ടത് ഞാനാണ്, എന്റെ ദിവസമാണ്. സഫിയ ബീവി റളിയല്ലാഹു തആല കിടുകിടാ വിറക്കുകയാണ്. റബ്ബേ, എന്റെ ഹബീബ് എന്ത് പറയും? ഞാൻ ആ ടെന്റിന്റെ ഉള്ളിൽ കയറുമ്പോ എന്റെ വണ്ടി കാരണം 1,23,000 ആളുകളെ യാത്ര പടി. എല്ലാവരും വണ്ടി സ്റ്റോപ്പാക്കേണ്ടി വന്നു. ഒരു ഭാര്യനെ വഴിയിലിട്ടേച്ച് പോകാൻ പറ്റൂല, സ്വന്തം ഭാര്യനെ വേറൊരു പുരുഷന്റെ കൂട്ടത്തിൽ ഇരുത്താനും പറ്റൂല. വേറെ മാർഗമല്ല. ഇന്നത്തെ മാതിരി പെട്ടെന്ന് ഒരു വണ്ടി ഊബർ ടാക്സി വിളിച്ചിട്ട് പോകാനും പറ്റൂല, ഒട്ടകാണ്. അങ്ങനെ അവിടെ കുറച്ച് വിശ്രമിച്ച് ഈ ഒട്ടകത്തിനൊക്കെ ഒന്ന് സർവീസ് ചെയ്യുമ്പോഴേക്കും ശരിയാവും എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ടെന്റ് കെട്ടുന്നത്. സഫിയ ബീവിന്റെ ദിവസമാണ്. സഫിയ ബീവി നേരെ ആയിഷ ബീവിന്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. ആയിഷ, ഇന്ന് എന്റെ ദിവസമാണല്ലോ, ഇന്ന് ഞാൻ നബി തങ്ങളെ മുന്നേക്ക് പോകുന്നില്ല. റസൂലുള്ളാഹിയുടെ ടെന്റിക്ക് പോകേണ്ട ആള് ഞാനാണ്, പക്ഷെ ഞാൻ പോകുന്നില്ല, നിങ്ങൾ പോയിക്കോ എന്ന് ആരോട് പറയാണ്? ആയിഷ ബീവിയോട് പറയാണ്.
ആയിഷാ ബീവി അങ്ങോട്ട് കേട്ട് എക്സൈറ്റഡ് ആയ റബ്ബേ, ഇത് വല്ലാത്തൊരു അല്ലേ, എന്ത് നമ്മളാണെങ്കിലും എന്ത് ഇപ്പൊ ഇയാള്, അതല്ല മാഷാ അല്ലാഹ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇന്നൊരു ദിവസം എക്സ്ട്രാ റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കാൻ പറ്റുമല്ലേ, മാഷാ അല്ലാഹ്. ആയിഷാ ബീവിക്ക് ഭയങ്കര സന്തോഷമായി, തുള്ളിച്ചാടി എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ടെന്റ് ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ നോക്കുമ്പോ ടെന്റിന്റെ വാതിലിന് വന്ന് മുട്ടി. വാതിൽ തുറന്നു നോക്കുമ്പോ ആയിഷാ ബീവിയാണ്. മുത്തുനബി തങ്ങൾ ചോദിച്ചു, അമാലകി യാ ആയിഷ, നിങ്ങൾ എന്തിനാ വന്നത്? ഇന്ന് സഫിയ ബീവിയുടെ ദിവസമല്ലേ, എന്തൊരു നീതിബോധമല്ലേ, നിങ്ങളാണോ വന്നത്? സഫിയ റളിയല്ലാഹു അൻഹ അവരുടെ ദിവസമായിരുന്നു. മഹ്ദി റളിയല്ലാഹു തആല അൻഹ ആ ടെന്റിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിരുന്നു. ഇന്ന് എനിക്കാണ് മുത്തുനബി തങ്ങളെ കൂടെ എന്ന് പറഞ്ഞപ്പോഴേക്ക് സ്പോട്ടിൽ ചെന്നു. മഹ്ദി കുളിച്ചു ഫ്രഷായി. അവിടെ അവർക്കൊക്കെ സ്പെഷ്യൽ ടെന്റുകൾ ഉണ്ടാവും. അവിടെ പോയിട്ട് ഫ്രഷായി നല്ല വസ്ത്രം, നല്ല തട്ടൊക്കെ ഇട്ട് അതിൽ സഅഫറാൻ അല്ലേ അങ്ങനത്തെ സുഗന്ധമൊക്കെ പുരട്ടിയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ ടെന്റിന്റെ ഉള്ളിലേക്ക് ചെന്നത്. മാലക്കി എന്താ ഇവിടെ, ഇന്ന് സഫിയ ബീവിയുടെ ദിവസമല്ലേ, നിങ്ങളാണോ വരേണ്ടത്? ആയിഷ പറഞ്ഞു, ദാലിക ഫളുലുല്ലാഹ് യുതീഹി മൻ യശാ, ഇത് അല്ലാഹുവിന്റെ ഫളലാണ്, അത് അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. ഇന്നത്തെ ദിവസം സഫിയ ആയിരുന്നു, പക്ഷേ സഫിയ ബീവി എന്നോട് പറഞ്ഞിട്ട് എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്, അവർ എന്നോട് വരാൻ വേണ്ടി പറഞ്ഞതാണ് നബിയേ. ഫതബസ്സമ റസൂലുള്ളാഹ്, നബി നിങ്ങൾ പുഞ്ചിരിക്കുകയാണ്. സഫിയ ബീവിക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാണ് നബിയെ. ഇന്ന് ഓരോ ഒറ്റക്കും കാരണമാണല്ലോ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. നമ്മളിവിടെ വണ്ടി യാത്ര മുടങ്ങിയത് അവർ കാരണം. അതുകൊണ്ട് നബി അങ്ങയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എന്നെ പറഞ്ഞയച്ചതാന്ന് പറഞ്ഞു. ഓക്കെ, ആയിഷാ ബീവി അങ്ങോട്ട് ചെല്ലുകയാണ്. ഓരോ പാഠങ്ങളുണ്ട്. പുതിയാപ്പിളന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഭംഗിയായി പോകണമെന്ന്. യാ അല്ലാഹ്, കല്യാണത്തിന് പോകുമ്പോൾ ഏറ്റവും നല്ല ഭംഗിയും വസ്ത്രവും ധരിച്ചു പോകും. ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഏറ്റവും ലോക്കൽ മാക്സി ആയിരിക്കും. കല്യാണത്തിന് പോകുമ്പോൾ ഇനി എന്താണ് പുരട്ടേണ്ടത്, ലിപ്സ്റ്റിക്ക്, അത് ഇത്, ക്യൂടെക്സ്, ഫെയർ ആൻഡ് ലവ്ലി, എല്ലാ ലവ്ലിയും അടിച്ച് ഫ്രഷായി കണ്ടാൽ ഈ ചന്ദ്രൻ ഇറങ്ങി വന്ന ആ ഒരു ലുക്ക് തന്നെ എല്ലാം കെട്ടിമാറ്റിപ്പോകും. എല്ലാ പെണ്ണുങ്ങളുള്ള അവസ്ഥയാണ്. പുതിയാപ്പിളൻ്റെ അടുത്തൊക്കെ വീട്ടിൽ ഏറ്റവും ലോക്കൽ മാക്സി ഇങ്ങനെ നോക്കിയിട്ട് അതിൽ ഏറ്റവും ലോക്കൽ ഏതാണ്, അതാണ് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുക. ഏറ്റവും തല്ലിപ്പൊലി ഡ്രസ്സ് എടുത്തിട്ട് വീട്ടിൽ നിൽക്കും. പുറത്തു പോകുമ്പോൾ ഏറ്റവും സുന്ദരമായ ഡ്രസ്സ് ഇടും. അങ്ങനെയല്ല. ആയിഷാ ബീവി നോക്കൂ, നബി തങ്ങൾ അടുത്തേക്കാ പോകേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഫ്രഷ് ആകുന്നു, സഅഫറാൻ പുരട്ടുന്നു, ഭംഗിയിൽ ചെല്ലുന്നു. പുതിയാപ്പിളിന്റെ അടുത്തൊക്കെ ഏറ്റവും ലോക്കൽ, വീട്ടിൽ നിൽക്കുന്നത് ലോക്കൽ മാക്സി, എല്ലാം വീടല്ലേ, വീട്ടിൽ ഏറ്റവും സുന്ദരമായി നിൽക്കണമെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിചാരമുണ്ട്. സ്വന്തം വീടല്ലേ, ഇവിടെ ഒന്ന് ലോക്കൽ ഡ്രസ്സൊക്കെ ആവാം, പാടില്ല. നമ്മൾ മുസ്ലിമീങ്ങൾ, മുസ്ലിമത്തുകളാണ്. നമ്മൾ എവിടെയും ഉന്നതമായ നിലവാരം പുലർത്തേണ്ടവരാണ്. ഏറ്റവും ഭംഗിയിലും വൃത്തിയിലും വെടിപ്പിലും വീടും കുടുംബമൊക്കെ സൂക്ഷിക്കേണ്ടവരാണ്. വീടല്ലേ, പുതിയാപ്പിളല്ലേ കിടക്കട്ടെ കീറിയ മാക്സി, ഉപ്പയല്ലേ കിടക്കട്ടെ ഒരു കീറിയ ട്രൗസർ. ഈ പരിപാടിയല്ല വേണ്ടത്. ഭംഗിയിൽ നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മൾ എവിടെയും ഭംഗി കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. ഓക്കെ, ഇരിക്കട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമം കഴിഞ്ഞു. കൂടെ ആയിഷാ ബീവി ആയിരുന്നു. വിശ്രമമൊക്കെ കഴിഞ്ഞു. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടായില്ല. വണ്ടി സ്റ്റാർട്ടായപ്പോൾ രണ്ടാമത് കുറച്ച് വിശ്രമിച്ചു. സഫിയ ബീവിന്റെ ഒട്ടകം രണ്ടാമത് സ്റ്റാർട്ടാക്കി പോകാൻ നോക്കുമ്പോൾ വണ്ടി പൊന്തുന്നില്ല. വണ്ടി അവിടെ പഞ്ചറായി കിടക്കുകയാണ്. എണീക്കുന്നില്ല, ഒട്ടകം പൊന്തിയില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബീവി വിളിക്കുകയാണ്. സൈനബ ബീവി കോടീശ്വരിയായ പെണ്ണാണ്. ഒരുപാട് ആളുകളുടെ അടുത്ത് സൈനബ ബീവിയുടെ ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. സൈനബ ബീവിയോട് പറഞ്ഞു, യാ സൈനബ്, ഒരൊട്ടകത്തെ ഒന്ന് പിൻവലിച്ച് സഫിയാക്ക് കൊടുക്കുമോ സൈനബേ? നമ്മുടെ സഫിയാന്റെ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അത് ഒട്ടകം മുട്ടുകുത്തിയ അവസ്ഥയിലുള്ളത്. അതുകൊണ്ട് 1,23,000 ആള് എടുത്തുനിന്ന് ഒരൊട്ടകം ഒന്ന് വാങ്ങിയിട്ട് വാടക കൊടുത്തതാണ്. വണ്ടി ഓടുകയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സഹാബി അഡ്ജസ്റ്റ് ചെയ്ത് വേറൊരു സഹാബിന്റെ കൂടെ പോകാം. ആണുങ്ങൾ രണ്ടാള് പോകുന്ന കുഴപ്പമില്ല. അതുകൊണ്ട് ഒരൊട്ടകം നിങ്ങളുടേത് സഫിയാക്ക് കൊടുക്കുമോ സൈനബേ? സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞപ്പോ സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അന അഫ്കിറു യഹൂദിയതക, നിങ്ങൾ ആ യഹൂദി പെണ്ണിന് എന്റെ ഒട്ടകോ ഇല്ല നബിയേ. സഫിയ ബീവി ഒരു യഹൂദിയുടെ മോളാണ്. എല്ലാതും തലയിൽ ചെന്ന് വീഴുന്നത് പാവം സഫിയ ബീവിന്റെ തലയിലാണ്. അഫ്കിറു യഹൂദിയതക, ആ യഹൂദി പെണ്ണിന് എന്റെ ഒട്ടകം കൊടുക്കേ വേണ്ട നബിയെ, പറ്റൂല നബിയെ, വേറെ ആര് വന്നാലും കൊടുത്തോളാം.
വേറെ ഇഷ്ടം 1,23,000 ആൾത്തിൽ ആര് 4 ആളൊന്ന് 4 ഒട്ടകവും കൊടുക്കാൻ റെഡിയാണ്. പക്ഷേ എൻ്റെ ഒട്ടകത്തിൽ അങ്ങനെ മറ്റേ ഭാര്യ അങ്ങനെ ഇപ്പൊ പോകണ്ട. അങ്ങനെ എന്നിട്ട് എന്താണ് ഓളോടൊരു സോഫ്റ്റ് കോർണർ? അങ്ങനെ ഇപ്പൊ വേണ്ട. എന്നോട്, എൻ്റെ നബിക്ക് എന്നോട് സ്നേഹം മതി, വേറെ ആരോടും വേണ്ട. കൂടുതൽ സ്നേഹം എന്നോട് മതി. എൻ്റെ ഒട്ടകത്തിൽ അങ്ങനെ ഇപ്പൊ സഫിയ പോകണ്ട. അഫ്കിറു യഹൂദിയത്തക, ആ യഹൂദി പെണ്ണിന് എൻ്റെ ഒട്ടകവും ഞാൻ തരൂല നബിയേ. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദേഷ്യം വന്നു. ഇതുവരെ ഒരുപാട് വട്ടം ഇവരെ കളിയാക്കിയിട്ടുണ്ട് യഹൂദി പെണ്ണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊന്നും നബി തങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. നബി തങ്ങൾ തീരുമാനിച്ച് ഇനി ഇത് വെറുതെ വിട്ടാൽ ശരിയാകൂല. കുറേ ശ്രമിച്ചു, കുറേ വട്ടം ശ്രമിച്ചു. ആയിഷ ബീവി എല്ലാരെയും പണി ഇതാണ്, പാവം സഫിയ ബീവിനെ കളിയാക്കൽ. ഇനി ഇത് വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് യാ അല്ലാഹ്, മഹദിയായ സഫിയ റളിയല്ലാഹു തആല അൻഹ ഇനി ഇങ്ങനെ വിളിച്ചാൽ പറ്റൂല, അതൊന്ന് തീർപ്പാക്കണം. അതിനുവേണ്ടി മുത്തുനബി തങ്ങൾ എന്ത് ചെയ്തു? സൈനബ ബീവിയായിട്ട് ചെറുതായിട്ടൊന്ന് ഉടക്കി. ഫഗളിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ ദേഷ്യം പിടിച്ചു. സൈനബ ബീവിയോട് മിണ്ടൽ അങ്ങോട്ട് നിർത്തിയെന്നാണ്. ആ മാസം മുത്തുനബി തങ്ങൾ സൈനബ ബീവിയോട് മിണ്ടിയില്ല. ഹജ്ജ് കഴിയുന്നതുവരെ സൈനബ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു വാക്ക് പോലും മിണ്ടിയില്ല. ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറം കഴിഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പോലും മിണ്ടിയില്ല. മുഹറം കഴിഞ്ഞു, സഫർ കഴിഞ്ഞു, ഒരു വാക്ക് പോലും മിണ്ടിയില്ല. 3 മാസമായി മുത്തുനബി തങ്ങൾ സൈനബ ബീവിയോട് മിണ്ടിയിട്ട്. ഇതങ്ങട്ട് കണ്ടപ്പോ ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ പേടിച്ചു. റബ്ബേ, പ്രശ്നം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കുറെ കാലമായി ഒരു പാവം പെണ്ണി നമ്മളെല്ലാവരും കൂടെ ഇടങ്ങാറാക്കുന്നു. ഇനി ഇങ്ങനെ ചെയ്താൽ മുത്തുനബി തങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരൂല, ഇത് പ്രശ്നമാണ്. എല്ലാ പെണ്ണുങ്ങളും പേടിച്ചു. എല്ലാവരും തീരുമാനിച്ചു, വേണ്ട, ഇനി ഹബീബായ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സഫിയക്കെതിരെ ഒരു വാക്ക് പോലും പറയില്ല. എല്ലാ ഭാര്യമാരും ശപഥം ചെയ്യുകയാണ്. 3 മാസം നബി തങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ട്. മദീനയിലെത്തുന്നത് വരെ ഒരു വാക്ക് മിണ്ടിയില്ല. മുഹറം കഴിഞ്ഞു മിണ്ടിയില്ല, സഫർ കഴിഞ്ഞു മിണ്ടിയില്ല. റബീഉൽ അവ്വൽ വന്നു, ഈ മാസം വന്നു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ റബീഉൽ അവ്വൽ മാസമായപ്പോൾ ചെന്നു ഇലാ ഹളറത്തി സൈനബ്, സൈനബ ബീവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഫദഖല അലൈഹാ, അല്ലാഹുവിന്റെ ഹബീബ് സൈനബ ബീവിന്റെ വീട്ടിലേക്ക് നേരെ കയറി ചെല്ലുകയാണ്. സൈനബ ബീവിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായി. 3 മാസത്തിന് ശേഷമാണ് ഭർത്താവ്. എന്തിനീ 3 മാസം മിണ്ടാതെന്നു? ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണം, അതിനു വേണ്ടിയാണ്. ഇനി ആ പാവം പെണ്ണിന് ആരൊന്നും പറയാൻ പാടില്ല. അതിന് ചില ആക്ഷനുകൾ ചില സമയത്ത് എടുക്കേണ്ടി വരും അല്ലേ? ഒരു തെറ്റ് കാണുമ്പോഴേക്കും മിണ്ടാതെന്ന് അങ്ങോട്ട് ഇടങ്ങാറാക്കാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നന്നാകാൻ വേണ്ടിയിട്ട് ഇച്ചിരി പിണക്കങ്ങളൊക്കെ വേണ്ടി വന്നേക്കാം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബീവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ സൈനബ ബീവി പറഞ്ഞു, മാ അസ്നഉ യാ റസൂലല്ലാഹ്, ഞാൻ എങ്ങനെ പരിഹരിക്കണം നബിയെ? ഞാൻ ആകെ തകർന്ന് കിടപ്പാണ് 3 മാസമായിട്ട്. ഞാനൊരു തെറ്റ് ചെയ്തു പോയി, എങ്ങനെ ഞാൻ അതിന് പ്രായശ്ചിത്തം ചെയ്യണം നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അടിമയെ സൈനബ ബീവി സമ്മാനം നൽകുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അടിമയെ ആര്? സൈനബ ബീവി സമ്മാനം കൊടുത്തു എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് അറിയോ? നബി തങ്ങൾ ഒരു ഹദീസ് ഉണ്ട്, തഹാദു തഹാബു, നിങ്ങൾ പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുമെന്ന് സലീം വാഫി പറഞ്ഞതല്ല, അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തഹാദു എന്ന് പറഞ്ഞാൽ 1 വേ കൊടുക്കല്. ചില ആളുകൾ ഒരു സാധനം കൊടുക്കൂല, കിട്ടട്ടെ, പരമാവധി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ആളുകൾ ഉണ്ടാവും. തഹാദു എന്ന് പറഞ്ഞാൽ പരസ്പരം കൊടുക്കുക എന്നാണ്. ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി മാത്രം കാത്തുക്കുന്ന മനുഷ്യൻ, ഒരു സാധനം അങ്ങോട്ട് കൊടുക്കാത്ത ആളുകൾ. അങ്ങനെയല്ല, പരസ്പരം ഗിഫ്റ്റുകൾ കൊടുക്കണം. അങ്ങോട്ട് കൊടുത്താൽ തിരിച്ചിങ്ങോട്ട് കൊടുക്കണം. എങ്കിൽ തഹാദു, നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും എന്ന് പറഞ്ഞത് മുത്തുനബിയാണ്, സലീം വാഫി അല്ല. അതുകൊണ്ട് ഗിഫ്റ്റൊക്കെ എടുക്കെടുക്ക് മേടിച്ചു കൊടുക്കുക പരസ്പരം. ഭാര്യ പൈസ ഉണ്ടാക്കിയിട്ട് ഭർത്താവിന് അങ്ങോട്ട് മേടിച്ചു കൊടുക്കുക. ഭർത്താവ് പൈസ ഉണ്ടാവുമല്ലോ, ഭാര്യയ്ക്ക് അങ്ങോട്ട് സർപ്രൈസ് ഗിഫ്റ്റുകൾ. മുത്തുനബി തങ്ങൾ അത് ഒരുപാട് കൊടുത്തിട്ടുണ്ട്.
ഇങ്ങനെ തഹാദ്ദു, പരസ്പരം ഹദിയകൾ, ഗിഫ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹം വർദ്ധിക്കുന്നതാണ്. ഒരു വിവാഹ വാർഷികമൊക്കെ വന്നാൽ അല്ലേ, അത് കൊട്ടിപ്പാടി കേക്കൊക്കെ മുറിച്ച് അങ്ങനെ ആടിപ്പാടി അല്ലേ ഇങ്ങനെ അലമ്പാക്കണമെന്നല്ല. ഒരു വിവാഹ വാർഷികം എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്ലാമിലെ വലിയ മഹത്തായ സംഭവം എന്നല്ല. ഒരു ഭാര്യ ഭർത്താവിനെ പറ്റി സംബന്ധിച്ച് അതൊരു നല്ല ദിവസമാണ്. കല്യാണം കഴിഞ്ഞ ദിവസമാണ്, ഹലാലായ നിക്കാഹ് ഒരുമിച്ച ദിവസമാണ്. അതിൻ്റെ ഒരു വർഷം കൂടുമ്പോൾ ഒക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റുകൾ, അതൊക്കെ സ്നേഹം വർദ്ധിക്കാൻ നല്ലതാണ്. ഇതിനൊക്കെ മസാല തപ്പിപ്പോണ്ട ആവശ്യമൊന്നുമില്ല. അതിങ്ങോട്ട് വലിയ സംഭവമാക്കിയിട്ട് ഒരു മെയ്കുതിരി കത്തിച്ച് ഒരു ക്രിസ്തീയ ആചാരത്തിലേക്ക് മാറ്റി വെളുക്കൂതുകയും അവിടെ പോയിട്ട് മ്യൂസിക് ഇട്ട് പാട്ടുപാടി കൈകൊട്ടി അലമ്പാക്കി അത് ഷൂട്ട് ചെയ്ത് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുത്ത്. ഇങ്ങനെയല്ല. നിങ്ങളുടെ ഭാര്യ കല്യാണ വാർഷികമാണ്, സർപ്രൈസ് ഗിഫ്റ്റ്, മാഷാ അല്ലാ, കൂലി കിട്ടും എന്നല്ലാണ്ട് ഒരു കുറ്റവുമില്ല. അള്ളാന്റെ റസൂൽ കൊടുത്തിട്ടുണ്ട്. ഭാര്യന്റെ കൂട്ടുകാരികൾക്ക് വരെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പറയാൻ നമുക്ക് സംഭവം വരാനുണ്ട്. ആയിഷാബിയും കൊണ്ട് ദേഷ്യം പിടിച്ചൊരു സംഭവമുണ്ട്. ഭാര്യനോടുള്ള സ്നേഹം കൊണ്ട് ഭാര്യ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഭാര്യന്റെ കൂട്ടുകാരികൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഉള്ള സംഭവമാണ്. നമ്മൾ കേട്ടില്ലല്ലോ, നമ്മൾ കേൾക്കാത്തതില്ല എന്നല്ലല്ലോ. ഇതൊന്നും ഇങ്ങനൊക്കെ ഉണ്ടോ ഉസ്താദേ? ഇതൊക്കെ ഭയങ്കര തെറ്റല്ലേ? ഗിഫ്റ്റ് കൊടുക്കേ മോശം ഞാൻ ആ ടൈപ്പൊന്നല്ല. അള്ളാന്റെ റസൂലിനേക്കാണ് വലിയ ദീനിയോ അള്ളാന്റെ റസൂലിനേക്കാൾ വലിയ ആളുകളോ ഒന്നല്ലേ നമ്മള്. അള്ളാന്റെ റസൂലിന് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ടും ഒന്നല്ല രണ്ടല്ല ഒരുപാട് പെണ്ണുങ്ങളെ ഖദീജ ബീവിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഭാര്യമാർ കൂട്ടുകാരികൾക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ പെണ്ണുങ്ങളെ കൂട്ടുകാരികൾക്കൊന്നും പോയിട്ട് തൽക്കാലം എന്ത് ചെയ്യേണ്ട, ഗിഫ്റ്റ് കൊടുത്തിട്ട് കുടുംബം കലക്കണ്ട. ഇത് അള്ളാന്റെ റസൂലാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. ഇരിക്കട്ടെ, മിനിമം ഒരു വിവാഹ വാർഷികമോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മൊമെന്റ്സ് ഉണ്ടെങ്കിൽ, റബിയുൽ അവ്വൽ നല്ല മൊമെന്റ്സ് ആണ്, പെരുന്നാൾ നല്ല മൊമെന്റ്സുകളാണ്, ഇങ്ങനെ സന്തോഷ ദിവസങ്ങളിലൊക്കെ ഗിഫ്റ്റുകൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കുക. അതൊക്കെ സർപ്രൈസ് ആവണം. ഒരുമിച്ച് നമുക്ക് രണ്ടാൾക്കും കൂടെ ഗിഫ്റ്റ് മേടിക്കും അങ്ങനെയല്ല. ഒരു സർപ്രൈസ് രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ സ്നേഹം വർദ്ധിക്കുമെന്ന് സലീം വാഫി ഇവിടെ കയറി പറഞ്ഞതാണ്, അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. മാഷാ അല്ലാ, ഇപ്പോഴുള്ള ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ ആദ്യം നോക്കിയ പ്രൈസ് ടാഗ് നോക്കും, എത്ര റുപ്യൻ്റെ ആണ്. അങ്ങനെ ഒരിക്കലും നോക്കാൻ പാടില്ല. ഒരു ഗിഫ്റ്റ് സ്നേഹത്തോടെ ഒരു മഞ്ചാടിക്കുരാണ് തന്നത്, മാഷാ അല്ലാ, ബിൽ ഹുബ്ബ്, സ്നേഹത്തോടെയാണ് അതിന് വാല്യൂ ഉണ്ട്. എന്ത് നിസാരകാരം, ഒരു നോട്ട് പുസ്തകമാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു തട്ടം, അതേ എന്നെ കൊണ്ട് ഇപ്പം പറ്റും, അത് മേടിച്ചു കൊടുക്കുക. എന്നിട്ട് വേഗം കൊണ്ട് പൊളിച്ചിട്ട് പ്രൈസ് ടാഗ് നോക്കിയിട്ട് 100 രൂപ എന്താണ്, അപ്പുറത്തെ ഷോപ്പിൽ പോയൊരു 300 മേടിച്ചൂടെ. ഇങ്ങനെ ഒരു ഗിഫ്റ്റിനെ നമ്മൾ പൈസ കൊണ്ട് അളക്കരുത്. ഒരു എന്താ പറയാ, ഒരു മഞ്ചാടിക്കൊരു പൊതിഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ നന്നായിട്ടൊരു ഫ്രെയിമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ മാഷാ അല്ലാ, അത് സ്നേഹം കൊണ്ടല്ലേ തന്നത്. ഭർത്താവിന് ഇപ്പം അത്ര കഴിയോ, അത് കിട്ടിയല്ല നമ്മതില്ല. നേരെ പ്രൈസ് ടാഗ് നോക്കിയിട്ടാ. ഏതോ ഒരു ഉസ്താദ് ഇങ്ങനെ വിളവ് പറഞ്ഞു കൊടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതൊരു ഉസ്താദ് വാൽ പറയുമ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, പെണ്ണുങ്ങൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ, ഒരു ലുലുമാളിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഒരു 10 രൂപയുടെ കവർ മേടിക്കാം. ഇപ്പോഴത്തെ സാധാ ഷോപ്പിൽ പോയിട്ട് 100 റുപ്യൻ്റെ 200 റുപ്യൻ്റെ മാക്സിയോ എന്തെങ്കിലും മേടിച്ച് ആ കവറിലിട്ട് കൊടുത്താൽ പെണ്ണുങ്ങൾക്ക് അത് വാങ്ങാം. സോനായി ലുലുമാൾ എന്നൊക്കെയാണല്ലോ ഗിഫ്റ്റ് മേടിച്ചതെന്ന് വിചാരിക്കും. എന്നിട്ട് ആ പ്രൈസ് ടാഗിൽ എന്ത് ചെയ്യുക, നല്ല 100 റുപ്യൻ്റെ ആണ്, ഇപ്പുറത്ത് ഒരു 0 കൂടെ ഇട്ടെടുത്താൽ 1000 രൂപയായി. ഇങ്ങനെ കേട്ടിട്ട് ഒരു സാധു എന്ത് ചെയ്തു, ആ ലുലുമാളിൽ പോയിട്ട് 10 റുപ്യൻ്റെ കവർ മേടിച്ചു, ഇപ്പുറത്ത് പോയിട്ട് ഒരു മാക്സിമം മേടിച്ചു. അങ്ങനെ സാധു ഉള്ള പെണ്ണോണ്ട് 200 റുപ്യൻ്റെ സാധനത്തിൽ ഒരു 0 ഒക്കെ ഇട്ട് 2000 ആക്കി കൊണ്ടുപോയി കൊടുത്തു. ഭാര്യ സംഭവം കൊടുത്തു, പിന്നെ ഒന്നും മിണ്ടിയില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ പെണ്ണുങ്ങൾ ഈ മാക്സ് ഇടുന്നില്ല, ഈ മാക്സ് ഇടുന്നേ ഇല്ല പോലും. എന്താ ഇങ്ങനെ നല്ലൊരു ഗിഫ്റ്റ് തന്നിട്ട് എന്തേ നീ ആ ഡ്രസ്സ് ഇടാത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിന്റെ വില കണ്ടിട്ട് റബ്ബെ കണ്ണ് തള്ളിയിട്ട് അതെനിക്ക് ഇടാൻ തന്നെ തോന്നുന്നില്ല. 200 റുപ്യൻ്റെ മാക്സ് നിങ്ങൾ 2000 റുപ്യ എടുത്തല്ലേ മേടിച്ചത്, അതുകൊണ്ട് ഞാനത് ഭംഗിയായിട്ടത് സൂക്ഷിച്ചിട്ടുണ്ട്, അത് ഇടാൻ തോന്നുന്നില്ല. സംഭവം എന്താന്ന് വെച്ചാല്, 200 റുപ്യാന്ന് നീല മഷി കൊണ്ടായിരുന്നു, പുതിയാപ്പിള പൂജ ഇട്ടത് കറുപ്പ് മഷി കൊണ്ടായിപ്പോയി. ഭാര്യക്ക് അത് മനസ്സിലായി. 200 റുപ്യാന്ന് നീല മഷി കൊണ്ടാണ് പ്രൈസ് ടാഗുമുള്ളത്. പുതിയാപ്പിള ആ സ്നേഹക്കൂടുതലുണ്ട്, പറ്റിക്കുന്ന സ്പീഡോ ഉണ്ട്, എന്ത് ചെയ്തു, ആ നീല മഷിക്ക് വരാൻ ബ്ലാക്ക് കൊണ്ട് പൂജ ഇട്ടു. ഇത് കണ്ടാൽ തിരിയല്ലോ, 200 നീല മഷി കൊണ്ടു, 0 ബ്ലാക്ക് മഷി കൊണ്ടു. അത് പെണ്ണൊക്കെ മനസ്സിലായിട്ട് എന്ത് ചെയ്തു, തിരിച്ചു പണി കൊടുത്തു എന്നൊരു സംഭവം. ഇതാണ്, ഇതൊക്കെ ഒരു തമാശക്ക് പറഞ്ഞതാണ് അല്ലേ. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്ത് ചെറിയ സാധനവും മാഷാ അല്ലാ